ഹായ് സിവിൽ എഞ്ചിനീയേഴ്സ്. നിങ്ങൾക്കറിയാം ഒരുപാട് എക്സാം കേരള PSCയിൽ അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിലും സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനായിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് കഴിഞ്ഞ ആളുകൾക്കുണ്ട്. നമുക്കറിയാം ഏകദേശം ഒരു 10-15ഓളം കാറ്റഗറി പോസ്റ്റുകൾ, അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ, ജൂനിയർ ഇൻസ്ട്രക്ടർ, ഓവർസിയർ, ഗ്രേഡ് 1, 2, 3, ഡ്രാഫ്റ്റ്മാൻ, അതുപോലെ ഒരുപാട് എക്സാമുകൾ നമ്മുടെ ഈ കേരള PSCൻ്റെ അണ്ടറിലും സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിലും SSC പോലുള്ള എക്സാമുകളുടെ അണ്ടറിലും RRB JEE എക്സാമുകളുണ്ട്, അതുപോലെ തന്നെ ഗേറ്റ് എക്സാമുകളുണ്ട്. ഇതുപോലെ ഒരുപാട് എക്സാമുകൾ സിവിൽ എഞ്ചിനീയേഴ്സിനുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കിയ ഒരു കോഴ്സാണ് സിവിൽ ഫൗണ്ടേഷൻ കോഴ്സ്. നമ്മൾ ഓൾറെഡി 2 ബാച്ച് കംപ്ലീറ്റ് ആയി, അഡ്മിഷൻ കംപ്ലീറ്റ് ആയി, അതിൻ്റെ ക്ലാസ്സസും കാര്യങ്ങളും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ബാച്ച് തുടങ്ങി ഏകദേശം 2-3 മാസം മുമ്പേ ആയിരുന്നു. ആ സമയത്ത് തന്നെ നമുക്കൊരു 30ഓളം അഡ്മിഷൻസ് ഫസ്റ്റ് ബാച്ചിലുണ്ടായിരുന്നു. രണ്ടാമത്തെ ബാച്ചും കംപ്ലീറ്റ് ആയി. ഇപ്പോൾ 3ാമത്തെ ബാച്ചിലേക്ക് നമ്മൾ ലോഞ്ച് ചെയ്യണം. അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു അഡീഷണൽ ഫീച്ചറും കൂടി നമ്മൾ ഈ ഒരു ബാച്ചിന് കൂടെ ആഡ് ഓൺ ചെയ്യാണ്. AI Co-Pilot എന്ന് പറഞ്ഞ ഒരു അഡീഷണൽ ഫീച്ചർ. അതായത് നിങ്ങൾക്കറിയാം, ഒരു വീഡിയോ കണ്ട് നമുക്ക് എക്സാമിൻ്റെ സമയത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു വീഡിയോ കണ്ട് തീർത്ത് അതിൻ്റെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഒരു വീഡിയോൻ്റെ അകത്തിൽ ഏകദേശം ഒരു 30 മിനിറ്റുള്ള വീഡിയോ അല്ലെങ്കിൽ 1 ഹവറുള്ള വീഡിയോ ആണെങ്കിൽ ആ വീഡിയോൻ്റെ അകത്തുള്ള കംപ്ലീറ്റ്ലി നോട്ട്സ്, അതായത് ആ വീഡിയോന് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു കംപ്ലീറ്റ്ലി ഷോർട്ട് നോട്ടായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു AI Co-Pilot വീഡിയോൻ്റെ താഴെ നാളെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ ഇതോടെ നോട്ട്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ മുകളിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ആ ഒരു ഫീച്ചറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിലോ നമുക്ക് വീഡിയോ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതായത് നിങ്ങളുടെ പഠനം എത്രത്തോളം എളുപ്പമാക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു AI Co-Pilot ഫീച്ചർ നമ്മുടെ സിവിൽ ഫൗണ്ടേഷൻ കോഴ്സിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് നിങ്ങളുടെ പഠനം എത്ര എളുപ്പത്തിലാക്കാൻ പറ്റുന്നോ അത്രയും എളുപ്പത്തിലാക്കണം. നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ChatGPT ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രീവിയസ് ഇയർ ആ ഒരു ടോപ്പിക്കിൻ്റെ അത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു AI ഫീച്ചറിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പം ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു ടെക്നിക്കൽ എക്സാം ഫീച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ AI ഫീച്ചറും കൂടി നിങ്ങൾ ആഡ് ഓൺ ആയിട്ട് തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ബാച്ച് നമ്മൾ 3.0 അതായത് 3ാമത്തെ ബാച്ചിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വിത്ത് AI Co-Pilot ഫീച്ചറാണ് വരുന്നത്. ഓൾറെഡി ഉള്ള ബാച്ചിലുള്ള ആളുകൾക്കും കിട്ടും, അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം കൂടി ഒരുമിച്ചാക്കിയിട്ടാണ് വരുന്നത്. അപ്പം അടുത്ത ബാച്ചിലേക്ക് നമുക്ക് അഡീഷണൽ ഫീച്ചർ എന്നുള്ള രീതിയിലാണ് വരുന്നത്. പിന്നെ ഇതിന് നമുക്കറിയാം അത്യാവശ്യം നല്ല ഒരു 2 വർഷത്തെ കോഴ്സാണ്. 2 വർഷത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ എക്സാമും പെട്ടെന്ന് തന്നെ വരില്ല, പഠിച്ചെടുക്കാൻ കുറച്ച് ടൈം ഗ്യാപ്പ് വേണം. കാരണം ടെക്നിക്കൽ PSC ആണ്. വേക്കൻസി പരമാവധി മാക്സിമം എത്താവുന്ന ഒരു വേക്കൻസി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ടെക്നിക്കൽ PSC ആണ്. അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് സിവിലും. അതുകൊണ്ട് തന്നെ നമുക്കൊരു 2 ഇയർ ഗ്യാപ്പിലുള്ള ഒരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക്സിമം നിങ്ങൾ ഏറ്റവും ലോവസ്റ്റ് ലെവൽ മുതൽ ഏറ്റവും ഹയസ്റ്റ് ലെവലിലുള്ള ആളുകൾക്ക് ഒരുപോലെ പഠിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു എക്സാമിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു സമയവും നമുക്ക് ഇതിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 2 ഇയർ ബാച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ വരുന്ന 25-ാം തീയതി നമുക്കൊരു സ്പെഷ്യൽ സ്കോളർഷിപ്പ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഫസ്റ്റ് റാങ്ക് വരുന്ന ആൾക്കാർക്ക് 15,000 രൂപയാണ് ഓഫ്. അതായത് ബാച്ചിൻ്റെ കോഴ്സ് ഫീൻ്റെ അകത്ത് 15,000 രൂപ ഫസ്റ്റ് റാങ്ക് വരുന്ന ആൾ കിട്ടും. അതുപോലെ തന്നെ സെക്കൻഡ് റാങ്ക് വരുന്ന 10,000 രൂപ ഓഫ് ഉണ്ട്. അതുപോലെ തന്നെ തേർഡ് റാങ്ക് വരുന്ന ആൾക്ക് 8,000 രൂപ ഓഫ് ഉണ്ട്. ഓക്കെ, നമുക്ക് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഈ ഒരു എക്സാം നിങ്ങൾ അതായത് സിവിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ എക്സാം പ്രിപ്പയർ ചെയ്യുന്നത് ജസ്റ്റ് ഈ എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അറ്റൻഡ് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആ രജിസ്ട്രേഷൻ ലിങ്കിൽ നിങ്ങൾ ഫോം ഫിൽ ചെയ്യുക. അതിനകത്ത് ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾക്ക് അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും ഓൾ പാർട്ടിസിപ്പൻസ് വിൽ ഗെറ്റ് 5,000 ഡിസ്കൗണ്ട്, 5,000 രൂപ ഡിസ്കൗണ്ട് എല്ലാവർക്കും അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും സിവിൽ മേഖലയിൽ എക്സാമിൽ പ്രിപ്പയർ ചെയ്യാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ രജിസ്ട്രേഷൻ ഫോമിൽ പോയി ഫില്ലിങ് ചെയ്യുക. 25 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. 25 ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ട എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റായിട്ട് പഠിച്ച് നിങ്ങൾ ജെന്യൂൻ ആയിട്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ എൻട്രി ആപ്പ് ത്രൂ ആയിരിക്കും എക്സാം ഉണ്ടാവുക. എക്സാമിൻ്റെ ലിങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ രജിസ്ട്രേഷൻ ഫോമിനകത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എക്സാം എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ഫസ്റ്റ് റാങ്ക് വരുന്ന ആൾക്കാർക്ക് 15,000 രൂപ ഓഫ് ഉണ്ടാവും. സെക്കൻഡ് റാങ്ക് വരുന്നവർക്ക് 10,000 രൂപ ഓഫ് ഉണ്ടാവും. തേർഡ് റാങ്ക് വരുന്നവർ 8,000 രൂപ ഉണ്ടാവും. ബാക്കി എല്ലാവർക്കും, അതായത് എക്സാം അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക, എക്സാം അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും 5,000 ഓഫ് ഉണ്ടാവും. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സിവിൽ എഞ്ചിനീയറിംഗിന് അത്യാവശ്യം കേരള PSCയിൽ ബാക്കിയുള്ള എല്ലാ എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നൊരു എഞ്ചിനീയറിംഗ് സ്ട്രീമാണ് സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ അതിനകത്ത് തന്നെ ഇതുപോലൊരു കോഴ്സ് നമുക്ക് പഠിച്ചെടുക്കാൻ, അതും ഡുവൽ മെൻറ്റർഷിപ്പോടെ MOMIS ഉണ്ടാവും. 12 വർഷത്തിലധികം എക്സ്പീരിയൻസ്, അതായത് കോമ്പറ്റീറ്റീവ് എക്സാമിൽ 12 വർഷത്തിലധികം പഠിപ്പിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട് MOMISൽ. ഏതൊരു എക്സാം, അത് നിങ്ങൾ
ഡിപ്ലോമ IT ലെവലുള്ള ഒരു എക്സാം ആയിക്കോട്ടെ, ഓവർസീ ഗ്രേഡ് 3 ആയിക്കോട്ടെ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിക്കോട്ടെ, ബിടെക് ലെവൽ എക്സാം ആയിട്ട് ഇനി അസിസ്റ്റന്റ് പ്രൊഫസർ ആയിക്കോട്ടെ, ആ എക്സാമിന് വരെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ പറ്റിയ ഒരു ഫാക്കൽറ്റിയാണ് അമ്മൂമിസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ഫെമിലർ ആയിട്ടുള്ള ഫേസും കൂടിയാണ്. അമ്മൂമിസ് ഉണ്ടാവും. അമ്മൂമിസിൻ്റെ കൂടെ തന്നെ നമ്മളൊരു റെഗുലർ മെൻറ്ററും ഉണ്ടാവും. അപ്പോൾ ഡുവൽ മെൻറ്റർഷിപ്പ് ആണ് ഈ ഒരു ബാച്ചിന് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളും 2 വർഷത്തെ വാലിഡിറ്റിയും എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്താണെന്ന് മനസ്സിലാക്കുക. ആ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എത്ര സ്കോളർഷിപ്പ് കിട്ടുന്നു ആ സ്കോളർഷിപ്പിനകത്ത് പഠിക്കാൻ നോക്കാം. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.